യാത്ര ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? ഞാനൊരു യാത്ര പോയാൽ ഒറ്റയ്ക്ക് പോയാൽ അതൊരു രസം കാണുമോ? ഉണ്ടാകത്തില്ല. അപ്പം എൻ്റെ ചങ്കളയും കൂടി ഞാൻ കൂട്ടിക്കൊണ്ടൊരു യാത്ര പോയാലോ? ഈ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? ദേശീയപാത 183 മുണ്ടക്കയം കുമളി റൂട്ടിലൂടെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടുള്ള ഒരു യാത്ര മനോഹരമാണ് കേട്ടോ. പ്രകൃതിയുടെ ആ പച്ചപ്പും അതുപോലെ കോടമഞ്ഞിൻ്റെ തണുപ്പും ചെറിയൊരു കാറ്റും മനസ്സിന് കുളിർമ നൽകുന്നു. ഒരു നിമിഷം ടെൻഷനുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളുടെ ഒരു യാത്ര, ചെറിയ സംഗീതവും എല്ലാം കൂടി ചേർന്നാണ് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു കുട്ടിക്കാനം റൂട്ട് പോകുമ്പോൾ ഒരു സ്ഥലത്ത് എപ്പോഴും വണ്ടി നിർത്താറുണ്ട്. അവിടെ ഇറങ്ങി ചായയൊക്കെ കുടിക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ട്. മുറിഞ്ഞിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ വണ്ടി നിർത്തുന്നത്. ഇവിടെ മഴക്കാലം ആകുമ്പോൾ നല്ല വെള്ളച്ചാട്ടമാണ്. ഒത്തിരി പേര് ഇതുവഴി പോകുന്ന എല്ലാവരും തന്നെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും നല്ലൊരു വൈബുള്ള ഒരു പ്ലേസും കൂടിയാണ്. ഇടുക്കി ജില്ലയിലെ തന്നെ പ്രസക്തമായ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ പട്ടുമല പരിശുദ്ധ ദേവാലയം. പീരുമേട്ടിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരത്തായും ഇത് സ്ഥിതി ചെയ്യുന്നു. നയന മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ നടുവിലായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പള്ളി ഗോതിക് സ്റ്റൈലിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ഏറ്റവും വലിയ താഴികക്കുടമുള്ളതും ഈ പട്ടുമല ദേവാലയത്തിനാണ്. പട്ടു കൊടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഇതെന്തുവാ? നമ്മുടെ ആവശ്യങ്ങൾ പറയാണോ? നാളൊക്കെ നേർച്ചയായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് മാതാവിന്റെ രൂപത്തിന്റെ ഫ്രണ്ടിൽ വെച്ചാൽ പള്ളിക്കുള്ളിൽ ആ കോർണറിൽ മാതാവിന്റെ സ്വരൂപമുണ്ടല്ലോ, അത് വെച്ചാൽ മതി. ഈ പള്ളിക്ക് പട്ടുമല എന്ന പേര് വരാൻ തന്നെ കാരണം ഇവിടെ മാതാവിന് നമ്മൾ നേർച്ചയായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് പട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും അത് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. പട്ട് അത് വാങ്ങിച്ച് നമ്മൾ എന്താഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ മുന്നിൽ അത് സമർപ്പിച്ചാൽ അത് എന്താഗ്രഹമാണെങ്കിലും അത് നടക്കുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പട്ടാണ് നേർച്ചയായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പല സ്ഥലത്തു നിന്നും വന്ന ആളുകൾ ഇവിടെ നേർച്ചയായിട്ട് കൊന്ത ഈ മരത്തെ തൂക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് നേർച്ച പോലെ. വളരെ മനോഹരമാണ് ഈ പള്ളി. എല്ലാവരും വന്ന് കാണുക, പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിച്ചാൽ എന്തും ലഭിക്കുമെന്നാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. എല്ലാവരും വരിക, പ്രാർത്ഥിക്കുക, അവരുടെ ആവശ്യങ്ങൾ പറയുക. വളരെ സന്തോഷമുണ്ട്. എനിക്ക് വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടിയാണ്. എൻ്റെ കൂട്ടുകാരും ഒത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അട്ടുമല മാതാവിൻ്റെ അരികെ വരണമെന്ന് കുറേ പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട്. എങ്കിൽ കൂടി എൻ്റെ കൂട്ടുകാരുടെ ആഗ്രഹങ്ങളും വെച്ച് ഞാനിവിടെ വന്നതാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ അതിമനോഹരമായ പള്ളി, നമ്മുടെ വേളാങ്കണ്ണി പള്ളി പോലെ തന്നെ മാതാവിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന പള്ളിയും കൂടിയാണ്. സെപ്റ്റംബർ 8, അതായത് സെപ്റ്റംബർ 1 തൊട്ട് 8 വരെയുള്ള നോയമ്പിലെ 8-ാം തീയതിയാണ് ഇവിടുത്തെ പെരുന്നാൾ. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, പ്രാർത്ഥിക്കുക, അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം ആശ ജോസ്. Shining so bright, so many